അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച 5 പേരുടെ DNA ഫലം കൂടി പുറത്തുവന്നു. തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ കൈമാറി. കൊല്ലപ്പെട്ട പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത ആർ നായരുടെ DNA ഫലത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, ഈ വിമാന ദുരന്തത്തിൽ മരിച്ച 5 പേരുടെ കൂടി DNA ഫലം പുറത്തു വന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അതേസമയം രഞ്ജിതയുടെ DNA ഫലത്തിനായുള്ള കാത്തിരിപ്പ് തുടരുന്നു എന്ന് പറയുമ്പോൾ എന്നത്തേക്ക് ലഭ്യമാകുമെന്ന് വ്യക്തമാണ്. അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട 5 പേരുടെ DNA പരിശോധനാ ഫലം കൂടി വന്നിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 217 പേരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 200 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഈ DNA പരിശോധന വന്നയുടൻ സിവിൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഹെൽപ്പ് ലൈനിൽ നിന്ന് ബന്ധുക്കളെ വിളിക്കുകയും ആശുപത്രിയിലെ നടപടികൾ പൂർത്തിയാക്കി പോലീസിന്റെ അനുമതിയോടുകൂടിയാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. ഇനിയും 50-ലധികം സാമ്പിളുകളുടെ ടെസ്റ്റ് ഫലം പുറത്തു വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 270-ന് മുകളിൽ മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങളാണ് സിവിൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതിൽ നേരത്തെയെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് രീതിയിലൊന്നും തന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ രീതിയിൽ ശരീരഭാഗങ്ങൾ തന്നെ വേറിട്ട രീതിയിലൊക്കെയാണ് മൃതദേഹങ്ങൾ ഈ അപകടത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആകെ വഴി DNA പരിശോധനയിലൂടെയും ഈ സാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധന നടത്തി മൃതദേഹം തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ ശ്രമകരമായ ദൗത്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുരോഗമിക്കുകയാണ്. വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ മലയാളിയായിട്ടുള്ള രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുന്നതിന് DNA പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ വരെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ തുടരുകയാണ്. പരിശോധനയ്ക്കായി സാമ്പിൾ നൽകിയപ്പോൾ തന്നെ 48 മുതൽ 72 മണിക്കൂർ വരെ സമയം ഈ പരിശോധനാ ഫലം ലഭിക്കുന്നതിനെടുക്കും എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇത്രയധികം പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏറെ ശ്രമകരമായ ദൗത്യമാണ് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. ഏതായാലും 270-ന് മുകളിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഗുജറാത്ത് സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ഈ സാമ്പിളുകളുടെ DNA പരിശോധനാ സാമ്പിളുകളുടെ പൂർണ്ണമായിട്ടുള്ള ഫലം പുറത്തു വരണം. ഒപ്പം വിദേശ പൗരന്മാർ, ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന വിദേശ പൗരന്മാരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതും വിട്ടുകൊടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വീണ. ഓക്കെ, ശരി. ജിഷ്ണു വിവരങ്ങൾ നൽകുകയായിരുന്നു.